ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഭീസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ന്യൂസ് പേപ്പറും 4 കോഴിമുട്ടയും വെച്ച് ഒരു മുട്ട കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ ക്രാഫ്റ്റ് ചെയ്യാൻ എന്തെല്ലാം സാധനങ്ങൾ വേണം നോക്കാം. ബ്രഷ് വേണം, പിന്നെ ഒരു A4 ഷീറ്റ് വേണം, പിന്നെ കുറച്ച് പേപ്പർ 2-3 ഷീറ്റ് മതി. പിന്നെ കോഴിമുട്ടയാണ്. കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരു തുളയിലൂടെ പുറത്ത് കളഞ്ഞത് കൈക്ക് വൃത്തിയാക്കിയതാണ് ഞാൻ. പിന്നെ ഫെവിക്കോള്, പിന്നെ അക്രിലിക് പെയിൻറ്റ്, ഇതെല്ലാമാണ് വേണ്ടത്. അതിനുശേഷം ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ആ ന്യൂസ് പേപ്പറിൻ്റെ പകുതിയാക്കി ഒരു വശത്ത് നിന്ന് അതിൻ്റെ എതിർവശത്തിലേക്ക് മടക്കിയെടുക്കുക. വേണമെങ്കിൽ ഒരു ഈർക്കിൽ ഉപയോഗിച്ച് മടക്കാം. മടക്കിയതിന് ശേഷം അതിൻ്റെ അറ്റം ഫെവിക്കോൾ ചേർത്ത് ഒട്ടിക്കുക. ഇതേപോലെ 5-6 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 6 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചുരുട്ടി വെച്ച സ്റ്റിക്കെല്ലാം പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ച പെയിൻ്റ് അടിക്കുന്നത് കാരണം പച്ച കളർ തണ്ടായാണ് ഈ പേപ്പറിനെ കണക്കാക്കുന്നത്, അതുകൊണ്ടാണ്. ഇതേപോലെ നമുക്ക് എല്ലാ പേപ്പർ സ്റ്റിക്സും ഇതേപോലെ പെയിൻ്റ് അടിച്ചെടുക്കാം. ഞാനിവിടെ 6 എണ്ണം പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു A4 ഷീറ്റ് എടുത്ത് മൊത്തം പച്ച നിറം നൽകാം. ഇത് ഇല നിർമ്മിക്കാനാണ് പച്ച നിറം നൽകുന്നത്. ഇത് അടിച്ച ശേഷം ഉണക്കി നമുക്ക് ഇല വരച്ചെടുത്ത് ഉണക്കാൻ വെക്കാം. ഞാനിതിൽ മൊത്തം പച്ച നിറം നൽകിയിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് ഉണങ്ങാൻ വെക്കാം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കോഴിമുട്ടകൾക്ക് നിറം നൽകുക എന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു കോഴിമുട്ട എടുത്ത് റോസ് കളർ അടിക്കുക. ഞാൻ 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നിൽ റോസ്, നീല, പിന്നെ അടുത്തതിൽ മഞ്ഞ, പിന്നെ അടുത്തതിൽ മിക്സഡ് കളർ. ഇതെല്ലാം കൂടി മിക്സാക്കി ഇതാണ് അടിക്കാൻ പോകുന്നത്. അങ്ങനെ റോസ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മഞ്ഞ അടിക്കാം. അങ്ങനെ മഞ്ഞയും അടിച്ചു. ഇനി നീല അടിക്കാം. നീലയും അടിച്ചു. നമുക്ക് ഈ 3 കളറും ചേർത്ത് ഈ കോഴിമുട്ടയുടെ മുകളിലൂടെ അടിച്ചാലോ? അടിക്കാം. ആദ്യം നീല അടിച്ചു നോക്കാം. റോസ് അടിക്കാം, മഞ്ഞ അടിക്കാം. ഇതെല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് 4 കോഴിമുട്ടകളും ഉണങ്ങാൻ വെക്കാം.
ഇനി നമുക്ക് ഈ കോഴിമുട്ടയുടെ അടിയിൽ കോഴിമുട്ടയും അതുപോലെ തണ്ടായി ഈ പേപ്പർ സ്റ്റിക്കും ഒട്ടിക്കുന്നതിൻ്റെ നടുക്ക് കോഴിമുട്ടയുടെ മുകളിൽ ഒരു സാധനം ഒട്ടിക്കുന്നുണ്ട്. അത് നമുക്ക് ഉണ്ടാക്കാം. ഇതേപോലെ ഒരു പേപ്പർ കീറിയെടുത്ത് മടക്കുക. അത് ഒന്നുകൂടി മടക്കുക. ഇതേ മടക്കിയതിന് ശേഷം നമുക്ക് ഒരു കത്രിക എടുത്ത് ഇതിൻ്റെ ഒരു സൈഡും ഇതേപോലെ ഒരു സൈഡും കട്ട് ചെയ്തതിന് ശേഷം അപ്പുറത്തെ അതേ കണക്റ്റഡായ അപ്പുറത്തെ സൈഡും കട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കിട്ടും. ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുക. ഇത് നമുക്ക് കോഴിമുട്ടയുടെ അടി നമ്മുടെ തുളച്ച ഭാഗത്തിൽ ഒട്ടിക്കാനാണ്. ഇതേപോലെ എല്ലാ കോഴിമുട്ടകളും നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഞാൻ 4 എണ്ണവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വെക്കാം. ഇനി നമുക്ക് നമ്മൾ പച്ച കളർ അടിച്ച പേപ്പർ A4 പേപ്പർ എടുത്ത് അതിൽ ഇലയുടെ ചിത്രം വരച്ച് ഇല വെട്ടാം. ഇങ്ങനെയാണ് ഇല വെട്ടിയെടുത്തിട്ടുള്ളത്. 8 ഇലകൾ വെച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയും പിന്നെ ഈ പേപ്പർ സ്റ്റിക്ക് അഥവാ തണ്ടും യോജിപ്പിക്കണം. അതിനായി പേപ്പർ സ്റ്റിക്കിൻ്റെ മുകളിൽ ചെറുതായി ഒന്ന് കീറുക. കത്രിക ഉപയോഗിച്ച് മുറിക്കുക. അതിനുശേഷം അത് വിടർത്തി കോഴിമുട്ടയുമായി ഒട്ടിക്കുക.
ഇതേപോലെ നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാം. നാലെണ്ണവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ. ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കാം. ഇനി നമുക്ക് ഈ ഇലകൾ തണ്ടിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. 4 എണ്ണവും ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ ഒട്ടിക്കാം. നമ്മളുണ്ടാക്കിയ ഒരു ഇലയെടുത്ത് നമ്മൾ 2 ഇല വീതമാണ് ഒന്നിൽ ഒട്ടിക്കുന്നത്. ഒരു ഇലയെടുത്ത് ഫെവിക്കോൾ തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഒട്ടിക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാം. നമ്മൾ അതേപോലെ തന്നെ 4 എണ്ണത്തിലും ഇലകൾ ഒട്ടിച്ചു കഴിഞ്ഞു. ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട്. നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്ത കുപ്പിയുടെ ഉള്ളിലാണ് വെക്കാൻ പോകുന്നത്, ഫ്ലവർ വേസിന് പകരം. അപ്പോൾ ഇനി ഈ കുപ്പിയിൽ സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി വെച്ച് കൊടുത്ത് മനോഹരമാക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ 4 എണ്ണവും ഇങ്ങനെ കുപ്പിയുടെ മുകളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പണി കഴിഞ്ഞു. നല്ല ഭംഗിയില്ലേ കാണാൻ. ഫ്രണ്ട്സ്, നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് റെഡി ആയി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? മുട്ടയൊക്കെ അലങ്കരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിത് ഒരു ഫ്ലവർ വേസിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ബോട്ടിൽ ആർട്ട് ചെയ്ത കുപ്പിയുടെ മുകളിലാണ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പേപ്പറും അക്രിലിക് പെയിൻറ്റും 4 കോഴിമുട്ട മാത്രമേ ഇതിന് ചിലവായിട്ടുള്ളൂ. കോഴിമുട്ട ഒരു തുളയിട്ട് അതിൻ്റെ മഞ്ഞയും വെള്ളയൊക്കെ പൊക്കിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അഭീസ് ടെക് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അഭിനന്ദ് സൈനിങ് ഔട്ട്.